ലാ തബ്ഗി ബിഹി ബദല. നീ ഇൽമിന് പകരമായി മറ്റൊന്നുകൊണ്ടും തൃപ്തിപ്പെടരുത്, ഒന്നും തൃപ്തിപ്പെടരുത്. ദീൻ പഠിക്കുമ്പോൾ സഹോദര കുറച്ചങ്ങ് മുന്നോട്ട് പോയാൽ, ഇപ്പോൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ തുടക്കത്തിലാണ്, പഠനത്തിന്റെ ആരംഭത്തിലാണ്. കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ തുടങ്ങും. ഭാര്യയായി, മക്കളായി, ജീവിതത്തിൽ ചെലവുകൾ വന്നു തുടങ്ങുമ്പോൾ അപ്പോഴാണ് പരീക്ഷണത്തിന്റെ സമയം. അപ്പോൾ ഉറച്ചു നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. താലിബുൽ ഇൽമ് എന്ന് വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ പിന്നീട് താജിർ, കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരനാണ്. ഇപ്പം എന്താ അവൻ്റെ പണി? അവൻ ഏതോ ഒരു കടയിൽ നിൽക്കാൻ. അത് നിന്റെ ഏറ്റവും ആദ്യത്തെ വസ്ഫായി മാറരുത്. ഇതൊക്കെ നിനക്ക് ചിലപ്പോൾ വേണ്ടി വരും, ചിലപ്പോൾ കച്ചവടം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിനക്ക് ഒരു കടയിൽ നിൽക്കേണ്ടി വരും. ജോലി എടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ അതൊരിക്കലും നിന്റെ ആദ്യത്തെ വിശേഷണമാകരുത്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു വാച്ച് നന്നാക്കുന്ന ആളായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം താലിബുൽ ഇൽമായിരുന്നു. നിനക്കൊരു ജോലി ഉണ്ടാകരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ലാ തബ്ഗി ബിഹി ബദല. ഇൽമാണ് നിന്റെ ഒന്നാമത്തെ പണി, ദീൻ പഠിക്കാൻ. അത് എത്ര കാലം വരെ? ഇവിടെ ഈ വിദ്യാഭ്യാസം തീരുന്നവരാണോ? അല്ല. ചില കുട്ടികളെങ്കിലും ചിലപ്പോൾ ലീവ് ആയി കഴിഞ്ഞാൽ പഠനം മാറ്റിവെക്കും. ലീവ് 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. ഒരു താലിബുൽ ഇൽമിന് റെസ്റ്റ് ഇല്ല. ഈ അവസ്ഥയിൽ അവന് റെസ്റ്റില്ല. ലീവിലാണെങ്കിൽ അവന് റെസ്റ്റില്ല. അവന് പഠിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും, അവന് വായിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അവന് കേട്ട് തീർക്കാൻ ദർസുകളുണ്ട്, അവന് പഠിച്ചു തീർക്കാൻ ആയത്തിൽ ഹിഫ്ളാക്കാൻ ഉണ്ടാകും. ദീൻ പഠിക്കുക എന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന, പരിപൂർണമായി മാറി നിൽക്കുന്ന ഒരു സ്ഥിതി, താലിബുൽ ഇൽമ് എന്ന വിളി കേട്ടതിന് ശേഷം അതിന് പകരം മറ്റൊരു വിളി നീ സ്വീകരിക്കരുത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, 2 അമലുകൾ ഒരാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പുറകോട്ട് പോകാൻ പാടില്ല. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാണ്. അത് ശത്രുവിനെ നേരെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടോടാൻ പാടില്ല, പിന്നെ അവിടെ നിന്നോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വന്ന പോലെ ലാ തതമന്നൂ ലിഖാ അൽ അദു ഫഇദാ ലഖീതുമൂഹും ഫസ്ബുതു. നിങ്ങൾ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. ശത്രുവിനെ കണ്ടാൽ ഫസ്ബുതു, പിന്നെ ഉറച്ചു നിൽക്കണം, പുറകോട്ടോടരുത്. ഒരു മനുഷ്യൻ ജിഹാദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വൻപാപങ്ങളിൽ എണ്ണപ്പെട്ട കാര്യമാണ് പിന്തിരിഞ്ഞോടാന്നുള്ളത്. യുദ്ധ രണാങ്കണത്തിൽ നിന്ന് പുറകോട്ടോടാന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു ഒരു പ്രവൃത്തി അതാണ്, ജിഹാദാണ്, പുറകോട്ട് പോകാൻ പറ്റില്ല. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു തലബുൽ ഇൽമാണ്. കേറിക്കഴിഞ്ഞാൽ കേറി, ഇനി ഇറക്കല്ല, ഇനി ഇതിന്ന് പുറകോട്ട് പോകാൻ പറ്റില്ല, പഠിക്കാൻ. നോക്കൂ, ഈ അടുത്ത് മരണപ്പെട്ടുപോയ ഷെയ്ഖ് അബ്ദുൽ അസീസ് മുഫ്തി, അടുത്ത് വഫാത്തായ ഷെയ്ഖ് റഹിമഹുല്ലാഹ്. നോക്കൂ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത്, വഫാത്തിനോട് അടുത്ത സമയങ്ങൾ വരെ അദ്ദേഹം കിതാബ് കേൾക്കാണ്. നോക്കൂ, പണ്ഡിതന്മാർ ദീൻ പഠിച്ചിരുന്നത് അങ്ങനെയാണ്. ഓരോ സന്ദർഭത്തിലും അവർക്ക് ഇൽമുമായി ബന്ധമുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദീൻ പഠിക്കുന്നതിൽ, ഫായിദ പഠിക്കുന്നതിൽ, ഖുർആൻ പഠിക്കുന്നതിൽ, ഹദീസ് പഠിക്കുന്നതിൽ എത്രയെല്ലാം വയസ്സ് അധികരിച്ചാൽ നിങ്ങൾ ആരൊക്കെ ആയാലും താലിബുൽ ഇൽമാണ് എപ്പോൾ. അതുകൊണ്ടല്ലേ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് അൽബാനി ഒരൊക്കെ ധാരാളം ആവർത്തിച്ചു പറഞ്ഞേക്കണം, ഇന്നമ അന ത്വയ്ലിബു ഇൽം, ഞാനൊരു താലിബുൽ ഇൽമാണെന്നല്ല, ത്വയ്ലിബു ഇൽം, ഒരു ചെറിയ തുടക്കക്കാരനായ മതവിദ്യാർത്ഥിയാണ് എന്നായിരുന്നു അവർ സ്വന്തത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത്. സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല.